ഓം ശ്രീ രാമചന്ദ്രായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂമിദേവിയുടെ ദുഃഖം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്വാഗതം. ശ്രീരാമൻ അവതരിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് പറയുന്നത്. രാവണാദികളായ രാക്ഷസന്മാരുടെ ഭാരം കൊണ്ട് ഭൂമിദേവി ആകെ വിഷമിച്ചു. ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ച് ഇന്ദ്രാദി ദേവന്മാരോടും താപസന്മാരോടും കൂടി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. രാക്ഷസന്മാരുടെ ശല്യത്താലുള്ള തൻ്റെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞ് ഭൂമിദേവി കരഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് എല്ലാവരും കൂടി ഭൂമിദേവിയുടെ വിഷമം പറയാൻ പരമശിവൻ്റെ അടുത്തെത്തി. പരമശിവൻ പറഞ്ഞു, ഈ കാര്യത്തിൽ ഞാൻ അശക്തനാണ്. എന്തെന്നാൽ രാവണനും അനുജന്മാരും മക്കളുമെല്ലാം ശിവഭക്തരാണ്. ഞാൻ അവർക്ക് ധാരാളം വരങ്ങളും അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള എൻ്റെ ഭക്തരെ ഞാൻ എങ്ങനെയാണ് വധിക്കുക? ഇതിനൊരു പരിഹാരം വിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എല്ലാവരും വൈകുണ്ഠത്തിലെത്തിയപ്പോൾ മഹാവിഷ്ണു പള്ളിക്കുറിപ്പ് കൊള്ളുന്ന സമയമായിരുന്നു. ഇന്ദ്രാദികളും നാരദാദി ബ്രഹ്മർഷികളും അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു. സ്തുതി കേട്ട് ഉറക്കത്തിൽ നിന്നുണർന്ന മഹാവിഷ്ണു മന്ദസ്മിതത്തോടുകൂടി എല്ലാവരും ഇങ്ങോട്ട് പുറപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചു. ഈ സമയം ദേവാദികളും മഹർഷിമാരും നോക്കി നിൽക്കി ശിവനും ബ്രഹ്മാവും അപ്രത്യക്ഷമായി ഭഗവാനിൽ വിലയം പ്രാപിച്ചു. അപ്പോൾ ത്രിമൂർത്തികൾ മൂവരും ഒന്നാണെന്നുള്ള ജ്ഞാനോദയം മഹർഷിമാർക്കും മറ്റുള്ളവർക്കും ഉണ്ടായി. അല്പസമയം കഴിഞ്ഞപ്പോൾ ശിവനും ബ്രഹ്മാവും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, അല്ലയോ ലക്ഷ്മി വല്ലഭ, അങ്ങേക്ക് എല്ലാം അറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, പൗലസ്ത്യതനയനായ രാവണൻ്റെയും കൂട്ടരുടെയും ക്രൂരമായ അക്രമ പ്രവൃത്തികൾ മൂലം 3 ലോകങ്ങളിലും പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവരെ അടക്കാൻ ആർക്കും പറ്റുന്നില്ല. ഭൂമിദേവി ഗോരൂപത്തിൽ വന്ന് സങ്കടപ്പെടുന്നത് അങ്ങ് കാണുന്നില്ലേ? മനുഷ്യനൊഴിച്ച് മറ്റാർക്കും രാവണനെ വധിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അങ്ങ് ഇതിനൊരു വഴി ഉണ്ടാക്കണം എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. നിങ്ങൾ സന്തോഷമായിട്ട് പോയിക്കൊള്ളുക. ഒരിക്കൽ ഞാൻ കാശ്യപ പ്രജാപതിയുടെ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രനായി വാമനായിട്ട് അവതരിച്ചിരുന്നു. വീണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ പുത്രനായി ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തപസ് അനുഷ്ഠിച്ചു. ഇപ്പോൾ കാശ്യപ പ്രജാപതി ദശരഥ മഹാരാജനായി പിറന്ന് അയോധ്യയിൽ വാഴുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുത്രനായി അവതരിക്കേണ്ടിയിരിക്കുന്നു. കാശ്യപ മഹർഷിയുടെ ഭാര്യ അതിഥി കൗസല്യയായി ജനിക്കും. കൗസല്യയുടെ പുത്രനായി ഞാൻ അവതരിക്കും. എൻ്റെ പരമാത്മാവിൻ്റെ ശക്തിയായ യോഗമായ ദേവി സീതയായി ജനക മഹാരാജാവിൻ്റെ പുത്രിയായും ജനിക്കും. സീത രാക്ഷസ വംശനാശത്തിന് കാരണക്കാരിയാകും. ദേവന്മാരെല്ലാം വാനരന്മാരായി പിറക്കണം. എന്നാൽ ഞാൻ അതിഭാരം കൊണ്ട് ഭൂമിദേവിക്കുണ്ടായ വേദന തീർക്കാമെന്ന് മഹാവിഷ്ണു പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ അപ്രത്യക്ഷമായി. അപ്പോൾ എല്ലാവരും ഭഗവാൻ മറഞ്ഞ ദിക്കിലേക്ക് നോക്കി ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. ബ്രഹ്മാവ് ഭൂമിദേവിയെ ആശ്വസിപ്പിച്ച ശേഷം ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ഭഗവാൻ ഉടൻ തന്നെ അയോധ്യയിലെ സൂര്യവംശത്തിൽ ജനിക്കും. ദേവന്മാരെല്ലാം രാവണാദി രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാനായി കുരങ്ങന്മാരായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് സത്യലോകത്തേക്ക് പോയി. ഭൂമിദേവിയും ദുഃഖമെല്ലാം തീർന്ന് സ്വസ്ഥയായി. ഉടൻ തന്നെ ഇന്ദ്രാദികളായ ദേവന്മാരെല്ലാം കുരങ്ങന്മാരുടെ വേഷം ധരിച്ച് മനുഷ്യനായി അവതരിക്കുന്ന മഹാവിഷ്ണുവിനെ പരിചരിക്കാൻ തയ്യാറായി. നരസിംഹമൂർത്തിയുടെ ശൗര്യത്തോടെ പർവ്വതം, വൃക്ഷം, കല്ല് എന്നിവ കൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായി പർവ്വത തുല്യ ശരീരികളായി ഭൂമിയിൽ അവിടെ സുഖമായി താമസിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ, ഭഗവാൻ ഭൂമിയിൽ എന്ത് ആപത്തുകൾ ഉണ്ടായാലും അപ്പോഴപ്പോൾ അവതാരമെടുത്ത് വന്ന് ഭൂമിദേവിയെയും ജനങ്ങളെയും രക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഭഗവാൻ ഭൂമിയിൽ ശ്രീരാമനായി അവതരിച്ച് രാവണാദി രാക്ഷസന്മാരെ നിഗ്രഹിച്ചിട്ട് ഭൂമിയെയും ജനങ്ങളെയും രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളെ, ഇനി നമുക്ക് അയോധ്യയിലേക്ക് പോകാം. ഇപ്പോൾ നിർത്തട്ടെ. ഹരി ഓം തത് സത്.